പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നമ്മൾ വാർത്തായാത്ര തുടരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി. ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കം നടത്തുന്നു. ഇന്നലെ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. ഇഡിയുടെ ആദ്യഘട്ട റെയ്ഡുകൾ പൂർത്തിയായി. എസ് ശരണും ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിഗ് ബ്രേക്കിംഗ്. ശരൺ, ഇഡിയുടെ നടപടി നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇഡി ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണോ? ശരൺ. അരുൺകുമാർ, ഇ ഡി അന്വേഷണം വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയാണ് പ്രധാനപ്പെട്ട റെയ്ഡ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. 21 ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയതിന് പുറമെ ശ്രദ്ധാകേന്ദ്രമായിരുന്നത് എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും വീടുകളായിരുന്നു. അവിടെയും റെയ്ഡ് നടത്തിയിരുന്നു. അങ്ങനെ റെയ്ഡുകളിൽ ശേഖരിച്ച ആസ്തി വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ പത്മകുമാറിന്റെയും വാസുവിന്റെയും ബന്ധുക്കളുടെ മൊഴി ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള തീരുമാനത്തിലേക്ക് ഇ ഡി എത്തിച്ചേർന്നിരിക്കുന്നത്. തുടക്കത്തിൽ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് ആണ്, താൽക്കാലികമായി കണ്ടുകെട്ടലാണ്. അപ്പോൾ അതിനുള്ള നടപടികളാണ് ഇ ഡി ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ താൽക്കാലികമായി കണ്ടുകെട്ടിക്കൊണ്ട് പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുകയും ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇത് പൂർണ്ണമായും കണ്ടുകെട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം SIT തന്നെ പ്രതി ചേർത്ത 15-ലധികം ആളുകൾ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എ പത്മകുമാറും എൻ വാസുവും. CPM നേതാക്കളാണ്, പ്രധാനപ്പെട്ട CPM നേതാക്കളാണ്. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും തലപ്പത്തിരുന്ന ആളുകൾ എന്ന നിലയിൽ കൂടി ഈ ഒരു പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് വലിയ രീതിയിൽ തന്നെ ഇതായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്നലെ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇ ഡി എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കം കൂടി ഇ ഡി നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലൂടെ ലഭിച്ച പണം, അത് ആർക്കൊക്കെയാണ് അതിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടായത് എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ലഭിച്ച പണത്തിന്റെ ഒരു പങ്ക് ഇരുവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടിയാണ് ഇ ഡിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് ഇ ഡി എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായതാണ്. അതിനുള്ള നടപടികളിലേക്കും ഇ ഡി കടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് ഇ ഡി നീങ്ങുകയാണ് പ്രധാനപ്പെട്ട റെയ്ഡിന് പിന്നാലെ. എന്തായാലും ഇ ഡി വ്യക്തമാക്കുന്നത് ആദ്യഘട്ട റെയ്ഡുകൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് റെയ്ഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇന്നലെ കൊണ്ട് തന്നെ പരമാവധി റെയ്ഡ് നടത്തുകയും രേഖകളൊക്കെ തന്നെ എന്തൊക്കെയാണോ തങ്ങൾക്ക് ആവശ്യമായത് ആ രേഖകളൊക്കെ തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരൺ പങ്കുവച്ചിരിക്കുന്നത്. ഹരി കൂടിയുണ്ട്. ഹരി, ഇ ഡി ഏകദേശം 22-23 മണിക്കൂറായി നടത്തിയ പരിശോധന, അത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് വിലപ്പെട്ട ചില രേഖകൾ കണ്ടെത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്മകുമാറിന്റെയും വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജയശ്രീയുടെയും ഒക്കെ വീടുകളിൽ പരിശോധന നടന്നു. ഇപ്പോൾ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വത്തുവകകളിൽ ഇ ഡിക്ക് സംശയമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോറ്റിയുമായി ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ എന്നത് അന്വേഷിക്കണം. അതിന്റെ ഭാഗമായി നിലവിൽ ഇരുവരുടെയും സ്വത്തുവകകൾ ഫ്രീസ് ചെയ്യാൻ, കണ്ടുകെട്ടാൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ഇ ഡി? അരുൺ, നേരത്തെ SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചില പ്രതികളുടെ സ്വത്തുകൾ ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ SITക്ക് നേരിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ചില രേഖകൾ വളരെ പ്രധാനപ്പെട്ടതായി നിർണായകമായി ഇ ഡിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു കാര്യത്തിൽ ഒരു അനുമാനത്തിൽ എത്താൻ കഴിയുന്നത്, ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെങ്കിൽ ആ സ്വത്തുക്കൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിച്ചതോ ആകാം എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാകും എന്നുള്ളതാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതല്ല, പത്മകുമാറിന്റെയും വാസുവിന്റെയും സ്വത്തുക്കളാണ് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന
സ്വത്തുക്കൾ അത് ഒക്കെ തന്നെ അനധികൃതമായിട്ടാണ് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവാം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നുള്ളത് ഈ പ്രതികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ SIT ചെയ്തതുപോലെ തന്നെ എല്ലാ അന്വേഷണ ഏജൻസികളും ചെയ്യുന്നതാണ്. പക്ഷേ സ്വത്തുക്കളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. പ്രത്യേകിച്ച് ഈ പത്മകുമാറിന്റെയൊക്കെ സ്വത്തുക്കളുടെ കാര്യത്തിൽ വളരെ വലിയൊരു അന്വേഷണം ഒക്കെ തന്നെ SIT നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ EDക്ക് കോടതി വഴി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി പരിശോധിച്ച് ഇന്നലെ നടത്തിയ റെയ്ഡിലൊക്കെ തന്നെ ലഭിച്ച വിവരങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരവധിയായിട്ടുള്ള ഭൂമി ഇടപാടുകളും പല സ്ഥലങ്ങളിലായിട്ടുള്ള നിക്ഷേപങ്ങളും അല്ലെങ്കിൽ പണമിടപാടുകളും ഒക്കെ തന്നെ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ലാഭം പ്രതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ ED എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു